നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നൊരു എലിക്കണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഹാർഡ്വെയർ അല്ല, പലചരക്ക് കടകളിലും അതേപോലെ തന്നെ ബേക്കറി ഷോപ്പുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബോട്ടിലിൻ്റെ മണ്ടക്ക് നമ്മൾ തുളയിട്ട് കൊടുക്കണം. അടപ്പുണ്ടല്ലോ, അടപ്പിന് ഒരു 1.5 ഇഞ്ച് വണ്ണത്തിലുള്ള ഒരു ഹോളാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഡ്രില്ലിംഗ് മെഷീനും അതിൻ്റെ ഹോൾസോയും ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ തുറക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പി വഴിപ്പിച്ച് ചൂടാക്കിയിട്ട് ആ ഒരു അടപ്പിന് മേലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഹോളാവും കേട്ടോ. അതിനുശേഷം നമുക്ക് 2 വാട്ടർ ബോട്ടിൽ വേണം. ടിലുവിൻ്റെ ഒക്കെ വാട്ടർ ബോട്ടിലില്ലേ, 10 രൂപയ്ക്ക് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വാട്ടർ ബോട്ടിൽ, അതിൻ്റെ തലഭാഗവും അതേപോലെ തന്നെ പിൻഭാഗവും നമ്മളൊന്ന് കട്ട് ചെയ്യണം. അതിനുശേഷം ഒരു പ്രത്യേക രീതിയിൽ ഇതിൻ്റെ ആ മുൻഭാഗത്തിന് നമ്മളൊന്ന് കീറി കൊടുക്കണം. ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. കൂർത്തിങ്ങനെ ഇരിക്കണം കേട്ടോ. ഇതിൻ്റെ തലഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് കണ്ടോ, നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ പള്ളഭാഗം പൊളിച്ച് ഇതുപോലെ ഇങ്ങനൊരു ഷീറ്റ് പോലെ ആവും വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത വാട്ടർ ബോട്ടിൽ എടുക്കാം. അതും ഇതേപോലെ തന്നെ നമ്മൾ ഈ മുൻഭാഗം ഇങ്ങനെ കട്ട് ചെയ്യണം. മൊത്തത്തിൽ കീറി പൊളിക്കാൻ പാടില്ല, മുൻഭാഗം മാത്രം ഇങ്ങനെ ചെത്തി കൂർപ്പിച്ച് ഓരോ ഇതളായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് പൊളിച്ച ആ ഒരു വാട്ടർ ബോട്ടിലുണ്ടല്ലോ, അത് ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റി കൊടുക്കുക. ഒന്ന് ചുരുട്ടി പിടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറിപ്പോവും. അതിനുശേഷം ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ആ 2 വാട്ടർ ബോട്ടിലിനെയും ഒന്ന് ബന്ധിപ്പിക്കണം. അതായത് ഇങ്ങോട്ട് പറഞ്ഞ് പോരാൻ പാടില്ല. ആ ഒരു രീതിയിൽ മുകളിൽ നിന്നും അടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് മടക്കി വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫിഷ് ട്രാപ്പൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു സിസ്റ്റം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റും, പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി പോരാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ധാരാളം രീതിയിലുള്ള എലിക്കണികൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട് കേട്ടോ. ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഞാൻ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി, ഒന്നും സക്സസ് അല്ലാത്തതുകൊണ്ട് ഈ ഒരു രീതി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു വാട്ടർ ബോട്ടിൽ രണ്ടും നമ്മൾ ആ ഹോളിട്ട ആ ഒരു ഹോളുണ്ടല്ലോ അടപ്പിന്, ആ അടപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു ഗമ്മ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഞാനിവിടെ എറാൾഡൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എറാൾഡൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടി കിട്ടും, പെട്ടെന്നൊന്നും പറഞ്ഞു പോരുന്നതല്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ സൈഡിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ കുപ്പിക്കുള്ളിൽ നമുക്ക് എലിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഗതി ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീനിൻ്റെ തലയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. മീനിൻ്റെ തല, തേങ്ങയുടെ പൂള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി. മീനിൻ്റെ തലയാകുമ്പോൾ പെട്ടെന്ന് മണം പിടിച്ച് പെട്ടെന്ന് എത്തിക്കോളും ആൾക്കാർ. ഓക്കെ, അതിനുശേഷം ക്ലോസ് ചെയ്ത് വെക്കുക. നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ വയറുകളും അതുപോലെ എക്സ്റ്റൻഷൻ കോഡൊക്കെ കടിച്ച് നന്നായിട്ട് കേടെടുത്തിട്ടുണ്ട് എലി. അതുകൊണ്ട് ആ എലിയെ ഒന്ന് പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്രാപ്പൊക്കെ ഇട്ട് വെക്കുന്ന റൂമിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കെണി നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പെടുവോ ഇല്ലയോ എന്ന് നോക്കാം. ആദ്യത്തെ ദിവസം ഒന്നും തന്നെ പെട്ടിട്ടില്ല. 2ാമത്തെ ദിവസം ഒരാളെ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് കേട്ടോ. എലിയല്ല, എലിയുടെ അനിയൻ അലിയാണ് എന്ന് തോന്നുന്നുണ്ട്. ഇവന് ആൾ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനെ കൊണ്ടുള്ള ശല്യം ചെറുതൊന്നുമല്ല. എന്തായാലും ഇവന് നല്ലൊരു പണിഷ്മെൻറ്റ് കൊടുക്കണം. ഇവൻ്റെ വാലിൽ പന്തം കെട്ടി തീ കൊളുത്തി നാട് കടത്തണം. അല്ലെങ്കിൽ വേണ്ട, ഇവൻ ചെയ്ത തെറ്റിന് അതൊന്നും കൊടുത്താൽ പോരാ. ഇവൻ്റെ തല മുട്ടയടിച്ച് പുള്ളി കുത്തി മുക്കാലിയിൽ കെട്ടിത്തല്ലി കൈതപ്പുറത്ത് കയറ്റി നാട്ടിലൂടെ നടത്തേണ്ടുന്ന തെറ്റാണ് ചെയ്തിട്ടുള്ളത് എങ്കിലും തൽക്കാലം ഇവനെ നമുക്ക് ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുക്കാം. അപ്പോൾ നമ്മൾ തുറന്ന് വിടാൻ പോവുകയാണ് കേട്ടോ. പാവം പോയിക്കോട്ടെ. ഇത് കണക്കുള്ള അവസാനത്തെ വാണിങ്ങാണ്. മേലാൽ ഈ പരിസരത്ത് തന്നെ കാണല്ലേ, കണ്ടു കഴിഞ്ഞാൽ ഇതേമാതിരി പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. നരബലിയായിരിക്കും, അല്ലെങ്കിൽ ബാഹുബലി. ഫോണില്ലേ?